വയനാട് ചീരാലിൽ വീണ്ടും കരടി. കുടുക്കിയിലെ പടമാടൻ ഡെയ്സിയുടെ വീടിന് മുന്നിൽ കരടിയെത്തി. കഴിഞ്ഞ ദിവസം അയൽവാസിയായ വിശ്വനാഥന്റെ വീട്ടുപറമ്പിലും കരടിയെത്തിയിരുന്നു. കരടിയുടെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സുജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുജിത്ത്, ഇത് ഏത് മേഖലയിലാണ് ഇപ്പോൾ ഈ കരടിയുടെ ശല്യം കൂടി ഉണ്ടായിരിക്കുന്നത്? സുജിത്ത്, വയനാട് ഈസ്റ്റ് ചീരാൽ പ്രദേശത്താണ് വീണ്ടും കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. കുടുക്കി എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. ഇവിടെയാണ് വീണ്ടും കരടി എത്തിയത്. ഇന്നലെ രാത്രി കരടി എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പടമാടൻ വീട്ടിൽ ഡെയ്സിയുടെ വീടിന് മുന്നിലാണ് ഈ കരടി എത്തിയത്. അതിങ്ങനെ സഞ്ചരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അയൽവാസിയായ വിശ്വനാഥന്റെ വീട്ടുപറമ്പിൽ കരടി എത്തിയിരുന്നു. ഇതിനുശേഷം കരടി 2 തവണ എത്തി ചക്ക ഭക്ഷിക്കുന്ന ആ ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഏതാണ്ട് അതിനടുത്തുള്ള വീട് തന്നെയാണ് ഇവരുടെ വീട്. ഇവിടെയാണ് വീണ്ടും കരടിയുടെ സാന്നിധ്യം. പ്രദേശത്ത് ഈ കരടിയുടെ സാന്നിധ്യം വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുന്നുണ്ട്. കാരണം ആളുകളെ ആക്രമിക്കാൻ ഉൾപ്പെടെയുള്ള സാധ്യത ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്ത് തന്നെ ഇതിനടുത്തുള്ള മേഖലയിലെല്ലാം തന്നെ പുലിയുടെ സാന്നിധ്യം കൂടി ചീരാൽ പ്രദേശത്തുണ്ട്. കഴിഞ്ഞ ദിവസവും പുലി മാത്രമല്ല പട്ടിപ്പുലി എന്ന് പറയുന്ന വന്യജീവിയുടെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിൽ ഒരു നായയെ കൊണ്ടുപോവുകയും നിരവധി കോഴികളെ ആക്രമിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അടിക്കടിയായി പുലി സാന്നിധ്യം ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇതിനടുത്താണ് നമ്പ്യാർകുന്ന് എന്ന് പറയുന്ന അതിർത്തി പ്രദേശം. അവിടെയും സമാനമായ രീതിയിൽ തന്നെ ഈ പുലി ഇറങ്ങി ആ പുലിയെ കൂടുവെച്ച് പിടികൂടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്, കരടിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ഇതെല്ലാം തന്നെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന വിധത്തിലുള്ള സ്ഥിതിയാണ് നിലവിലുള്ളത്. ശരി സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.